ഹരിയേട്ടൻ അറിയോ നിങ്ങൾക്ക്? ഹരിയേട്ടൻ ഇന്നലെ മുതൽ വേറെ ലെവലിലാണ്. കാ ഫെസ്റ്റിന് ലാലേട്ടൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോൾ ഹരിയേട്ടൻ്റെ ഈ വണ്ടിയിൽ, ഇലക്ട്രിക് വണ്ടിയിൽ കയറി. പിന്നെ നാട്ടിലെങ്ങും ഹരിയേട്ടൻ താരമാണ്. ഹരിയുടെ ലാലേട്ടൻ ഫസ്റ്റ് ഇങ്ങനെ നിങ്ങളുടെ അടുത്തേക്കാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു ഫീല്? ഞാൻ അറിഞ്ഞില്ല. വന്ന് പിന്നെ ഇതിൻ്റെ അകത്ത് കയറുന്ന ശ്രേയസർ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. പാലസ് തൊട്ട് നമ്മൾ നിശാഗന്ധി ഓഡിറ്റോറിയം വരെ. അപ്പോൾ നിശാഗന്ധി ഓഡിറ്റോറിയം എന്ന് പറയുമ്പോൾ ഒരു 150 മീറ്ററിനകത്ത് അത്രേ വരുള്ളൂ. പെട്ടെന്ന് അവിടെ പോയി ഇറങ്ങി. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് ലാലേട്ടൻ കുറേ നേരം നിങ്ങളെ കണ്ടില്ല? ഇല്ല, കണ്ടില്ല. നിങ്ങൾ കണ്ണാടിയിൽ കൂടെ കണ്ടോ? കണ്ണാടിക്കടയും കാണാമില്ല. കാരണം ലാലേട്ടൻ ഇരുന്നത് പിന്നെ ഏറ്റവും നടുക്കാണ്. അപ്പം ലാലേട്ടൻ ആദ്യം കയറിയിട്ട് ഞാൻ നടുക്കിരിക്കാൻ, നിങ്ങൾ രണ്ടും സൈഡിലിരിക്കാൻ പറഞ്ഞു. ഒന്ന് ശ്രേയസ് സാറും ഒന്ന് ലുലുമാളിന്റെ ശ്രേയസ് സാറാണ്. നമുക്ക് ആട്ടയിൽ പോയാൽ മതി, ഇവിടുത്തെ ഒരു പിന്നെ ഇവൻ്റാണ് ഇത്. അപ്പം പിന്നെ ആട്ടയിൽ കയറാന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരും ഇവിടെ കൊണ്ട് ആട്ടയിലോട്ട് കയറി. അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് നേരത്തെ അറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ചേട്ടൻ പിന്നെ ലാലേട്ടൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. അതാണോ ചേട്ടൻ്റെ പേര് പറയുമെന്ന് പറഞ്ഞു. ഞാൻ ബൈജുരാജ് എന്ന് പറഞ്ഞു. അനിയൻ്റെ പേരെന്താ? ഹരിപ്രസാദ്. ഒന്നുകൂടെ എടുത്ത് ചോദിച്ചു. ഞാൻ ഹരിപ്രസാദ് എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് സെൽഫി എടുക്കാൻ പറ്റിയില്ല. സെൽഫി എടുത്തില്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫോണും നിറയെ ഫോട്ടോകളെ ഉള്ളൂ. ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. ലാലേട്ടൻ്റെ പുതിയ ലുക്കിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കൊള്ളാം. ലാലേട്ടൻ്റെ ഏറ്റവും കഥാപാത്രം ഏതെങ്കിലും? അല്ല, എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എ ആട്ടമാണ്. എ ആട്ടയിലെ സുന്ദരി എന്നാണല്ലോ ആട്ടയുടെ പേര്. എന്തെങ്കിലും ലാലേട്ടനോട് സ്പെഷ്യലായിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാനുണ്ടോ? നല്ല നല്ല പടങ്ങളിലാണല്ലോ അഭിനയിക്കുന്നത്. ഇനിയും നല്ല നല്ല ഉയർച്ച ഉണ്ടാവട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു.